ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. ശരി, ക്ഷമിക്കണം പറഞ്ഞതിന്. എന്തായാലും താങ്കൾ പറയൂ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്? അപകടകരമായി ബന്ധപ്പെട്ടല്ല, ഇത് അനധികൃതമായ മണ്ണെടുപ്പായിരുന്നു. ഇത് കഴിഞ്ഞ 9 മാസമായി ഈ കുന്നിടിക്കല് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാള് 1.5 ഏക്കർ വസ്തു 3 മണ്ണ് മാഫിയയുടെ പേരിൽ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് 7-8 മാസം മുമ്പ് കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് വാങ്ങിയിട്ടാണ് ഈ അനധികൃത മണ്ണിടിക്കൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെ ഞാൻ LSGD സെക്രട്ടറിക്കും കളക്ടർക്കും തദ്ദേശ മന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. പഞ്ചായത്തിലും പരാതി തന്നിരുന്നു അന്ന് 3 മാസം മുമ്പ്, ഇലക്ഷന് മുമ്പ്. ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവർ യഥേഷ്ടം മണ്ണിടിച്ചുകൊണ്ട് പോയി തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് അനുവദിക്കപ്പെട്ടതിന്റെ 100 മടങ്ങോളം മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോയി, കോടികളുടെ മണ്ണ് കൊണ്ടുപോയി ആ പ്രദേശവും ദേവസ്വം ബോർഡ് അമ്പലത്തിന് വരെ ഭീഷണി വരുന്ന രീതിയിൽ ഈ മല ഇടിച്ചുകൊണ്ട്, അതായത് തറയിൽ നിന്ന് തറനിരപ്പിൽ നിന്ന് നോക്കിയാൽ ഉയരം കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ അപകടകരമായ രീതിയിലാണ് ഇത് മണ്ണിടിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ്. പക്ഷെ ആരും നടപടിയെടുത്തില്ല. ഇപ്പൊ ഇതിന്റെ മല കുറെ ഭാഗം ഇടിഞ്ഞു വീണ് ഇപ്പം JCB മണ്ണിനടി കിടക്കുകയാണ്, മരിച്ചു. ഒരാൾ മരിച്ചു. അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു ചെറിയ ദുരന്തമായി മാറിയത്. വലിയ ദുരന്തം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ പ്രദേശത്തുള്ള പാവപ്പെട്ട കുറെ ആളുകളുടെ വീടുണ്ട്, ക്ഷേത്രങ്ങളും ആരാധനാലയമുണ്ട്. അതിന്റെ കുന്നിന്റെ മുകളിൽ UP സ്കൂളുണ്ട്. ഒരു പ്രദേശം മുഴുവൻ ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ നശിച്ചു പോകുന്ന രീതിയിൽ ആളുകളുടെ വീടിനും ജീവനും സ്വത്തിനും അപകടകരമായ രീതിയിൽ കഴിഞ്ഞ 9 മാസം നിർബാധമായി മണ്ണ് കടത്തിക്കൊണ്ട് പോയിട്ടും ഈ കുന്ന് അനധികൃതമായി ഇടിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ പെർമിറ്റ് കൊടുത്തതിൽ പോലും അഴിമതിയുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമയത്ത് സെക്രട്ടറിയാണ് കൊടുത്തത്, എഞ്ചിനീയറാണ് കൊടുത്തത് എന്നൊക്കെ പറയുന്നതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമല്ല, ഒരു നടപടിയെടുത്തു. വളരെ ഞാൻ ഇന്ന് വിജിലൻസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് എന്റെ ആവശ്യം. 2, ഈ മരിച്ച പാവം ജോലിക്ക് വന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് മരിച്ചത്. കുണ്ട്രയെങ്ങാണ്ടുള്ളതാണ്, ഇവിടെ ഉള്ളതല്ല, അനീഷ് എന്ന് പറയും. അയാൾക്ക് ഇതിന് ഉത്തരവാദികളായവരുടെ പേരിൽ മനഃപൂർവമായ നരഹത്യക്ക് കേസെടുക്കണം. അത് ഉദ്യോഗസ്ഥനായാലും കൊള്ളാം, ഈ മണ്ണ് മാഫിയയുടെ 3 ബിനാമികളായാലും കൊള്ളാം. താങ്കൾ ഇതിന് പരാതി ഒക്കെ നൽകിയിട്ടുള്ളതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ നടക്കുന്നത്? ഞാൻ ഓൺലൈൻ പരാതി നൽകിയിട്ടതിന്റെ എല്ലാ കോപ്പികളും ഉണ്ട്. നിങ്ങളുടെ ഇത് വാട്സാപ്പ് നമ്പർ അയച്ചു തരികയാണെങ്കിൽ ഞാൻ അതിൽ അങ്ങോട്ട് അയച്ചു തരാം. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കുന്നത്? ഇത്രയും വലിയ അല്ലെങ്കിൽ ഉന്നതരായ ആളുകളൊക്കെയാണോ ഇതിന്റെ പിന്നിലുള്ളത്? ഇത് നേരത്തെ ജിയോളജി ആയിരുന്നു ഇതിന് പെർമിറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്ന മറുപടി ഇതാണ്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഇത് ഉന്നയിച്ചു. ഞാൻ വീടിന് പെർമിറ്റ് ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പെർമിറ്റ് കൊടുത്തു. ഇത് ഗവൺമെന്റ് ഇത് വളരെ ഒരു ചട്ടങ്ങൾ ലഘൂകരിച്ച് മണ്ണിടിക്കാൻ. അത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ അഴിമതിയുണ്ട്. ഇതിന്റെ പിന്നിൽ ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഒരു വിദഗ്ധനെ കൊണ്ട് കാണിച്ചപ്പോൾ 1.5 കോടി രൂപയുടെ മണ്ണ് അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അളവ് ക്യൂബിക് മീറ്റർ എടുക്കാൻ അനുവദിക്കപ്പെട്ട ആ വീടിന് ആവശ്യമായ ക്യൂബിക് മീറ്ററിന്റെ 1000 ഇരട്ടിയിൽ കൂടുതൽ മണ്ണ് അവരൊന്ന് കടത്തി കഴിഞ്ഞു. എന്നിട്ടും ഒരു നടപടിയും, ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ആരും കൊടുത്തില്ല. ആരുടെ പേരിലുള്ള ക്വാറിയാണ് ഇത്? ഒരു ഗോപിനാഥൻ മംഗളോദയത്തിന്റെ പേരിലുള്ള ക്വാറിയാണ്. അയാൾ ഇത് 4 പേരുടെ പേരിൽ ബിനാമിയായി എഴുതി വെച്ച്, മണ്ണ് മാഫിയ. അവരിത് ഇടിച്ചു നിരത്തി റെഡിയാക്കി ഗ്രൗണ്ട് ലെവലിന് എത്തിച്ചിട്ട് തിരിച്ചെഴുതി കൊടുക്കും. അപ്പൊ വീട് വെച്ചില്ലെങ്കിൽ ഇതിന് ഫൈൻ അടിക്കും. ഒരു 50,000 രൂപ വീതം ഫൈൻ അങ്ങ് അടയ്ക്കുമ്പോൾ പ്രശ്നം തീരും. അതാണ് ഇതിൽ നടക്കുന്ന അഴിമതി. ഇന്നിപ്പോ ആ ഒരു അപകടം, ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത്രയും വലിയൊരു അപകടം നടന്നിട്ട് ഇനിയെങ്കിലും അതിലൊരു നടപടി. ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് ഇനി വലിയ മഴക്കാലത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ പ്രദേശം മുഴുവൻ ഇടിഞ്ഞു പോകും. അതിന്റെ മുകളിലിരിക്കുന്ന ചെറിയ വീടുകളെല്ലാം നശിക്കും. ആളുകളുടെ ജീവനും അപകടത്തിലാവും.
അത്രയും വലിയ ദുരന്തത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കട്ടെ, എത്രയും വേഗം ഇതിലൊരു നടപടി ഇവര് എടുക്കട്ടെ. പറയുന്നത് ഇവർ അണ്ടർടേക്കിംഗ് ചെയ്തിട്ടുണ്ട് റീറ്റൈനിങ് വാള് കെട്ടിക്കൊടുക്കാന്ന്. റീറ്റൈനിങ് വാള് കെട്ടാത്തത്ര ഉയരത്തിലാണ് ഇവർ മണ്ണടിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പൊ ഇന്നത്തെ ഈ അപകടത്തിന് ശേഷം അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നടപടി തുടങ്ങിയിട്ടുണ്ടോ? അവിടെ ഇത് പോലീസ് സംവിധാനം മുഴുവൻ പ്രവർത്തിച്ചു. CIയും SIയും ഉള്ള ഉദ്യോഗസ്ഥന്മാര് പെട്ടെന്ന് തന്നെ എത്തി, അഗ്നിശമന സേന എത്തി, ഈ ബോഡി നീക്കം ചെയ്തു. അത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ആരും ഇതുവരെ സ്പോട്ടിലോട്ട് തിരിഞ്ഞു നോക്കില്ല. കാരണം പഞ്ചായത്ത് എന്നൊന്നും ആരും ഇതുവരെ സെക്രട്ടറി ഒന്നും സ്ഥലത്തില്ല. ഒക്കെ ഞാൻ പറഞ്ഞാണ് അറിഞ്ഞത്. ആരും ബന്ധപ്പെട്ടവരാരും എത്തിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഇനിയിപ്പോ ഈ കഴിഞ്ഞ 1 മണിക്കൂറിനകം എത്തിയെങ്കിലേ ഉള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.